ഞാൻ പറഞ്ഞല്ലോ മീഡിയ പബ്ലിസിറ്റിയിൽ റെഡ് ആർമി അംഗങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. സോറി, വെരി സോറി. റെഡ് ആർമിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വേണമെന്ന് വേൾഡ് വിഷൻ ചാനലിലെ ഒരു റിപ്പോർട്ടർ പെണ്ണിന്, പേര് രശ്മി. വീണ്ടും ഓൾ. തൽക്കാലം മൊബൈൽ സൈലന്റ് കിടക്കട്ടെ. അവർ അറ്റൻഡ് ചെയ്യുന്നില്ല. നിനക്കുറപ്പാണോ അത് മനുവാണെന്ന്? ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷേ റെഡ് ആർമിയിലെ സിംഗറായിട്ട് മനു എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതറിയാൻ അവർ നമുക്ക് പിടിതരുന്നില്ലല്ലോ. ഒരു വഴിയുണ്ട്, നോക്കാം. ഹലോ രവിയേട്ടാ. അതെ, അവരെ കിട്ടിയിട്ടില്ല. രവിയേട്ടന് പരിചയമുള്ള ഒരു ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ അവരുടെ പേട്രൻ. ഏട്ടനെന്ന് പറഞ്ഞ ഓക്കെ ഓക്കെ, താങ്ക് യു, ഡൺ. പ്രിയമുള്ള എല്ലാ വേൾഡ് വിഷൻ പ്രേക്ഷകർക്കും ശുഭോദയത്തിലേക്ക് സ്വാഗതം. കേരളത്തിലും പുറത്തുമുള്ള യുവ മനസ്സുകളെ വെട്ടിപ്പിടിച്ച റെഡ് ആർമി എന്ന മ്യൂസിക് ഗ്രൂപ്പിനെയാണ് ഇന്നത്തെ ശുഭോദയത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പബ്ലിസിറ്റി ക്രേസിന് അയിത്തം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഗന്ധർവ ജന്മങ്ങൾ ഇന്നാദ്യമായി വേൾഡ് വിഷനിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നമുക്കിവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. റെഡ് ആർമിയുടെ സാരഥി റിച്ചാർഡ് ഡൊമിനിക്. റെഡ് ആർമിയുടെ ആത്മാവായ കീബോർഡ് പ്ലെയർ റോയ്. ഡ്രമ്മർ കണ്ണൻ മേനോൻ. വയലിൻ മജീഷ്യൻ അശോക്. ഗിറ്റാറിന്റെ ഹൃദയതാളം ഇന്ദ്രൻ. പിയാനോ മാന്ത്രികൻ ക്രിസ്റ്റി റോബിൻസ്. ദ നൈറ്റിംഗേൽ ഓഫ് റെഡ് ആർമി ഭദ്ര. നെക്സ്റ്റ്, ഇന്ത്യൻ മെലഡിയുടെ ലാളിത്യവും ആഫ്രിക്കൻ മ്യൂസിക്കിന്റെ വന്യതയും ഒരേ അനായാസതയോടെ പാടി നമ്മെ കീഴടക്കുന്ന ദാറ്റ് അമേസിംഗ് സിംഗർ ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ, ഒരുപാട് മ്യൂസിക് ബാൻഡുകൾ നമുക്കുണ്ട്. ഹൗ ഈസ് റെഡ് ആർമി ഡിഫറെന്റ് ഫ്രം ദം? Because our route is different. Target is unique. മ്യൂസിക്കിന് ടാർഗറ്റോ? എന്താണത്? പാപമോചനം, മോക്ഷം. ഓ, മാർവലസ്. അങ്ങനെ സംഗീതത്തിലൂടെ ആർക്കെങ്കിലും മോക്ഷം കൊടുത്തതായി ഓർമ്മയുണ്ടോ? ഉണ്ട്. പേര് ചോദിക്കരുത്. അതൊരു ആധ്യാത്മിക രഹസ്യമാണ്. ഓക്കെ, ഇനി മ്യൂസിക്കിലൂടെ മോക്ഷം നൽകുന്ന ഹരികൃഷ്ണന്റെ ആൽബത്തിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. വാഗമൺ എന്നൊരു സ്ഥലമുണ്ട്, അറിയാമോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടേ ഉള്ളൂ, പോയിട്ടില്ല? ഇല്ല. ഞാൻ പോയിട്ടുണ്ട്. വാഗമൺ എത്തിയപ്പോ ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോ ദൈവദൂതനെ പോലെ ഒരു യുവാവ് സഹായിക്കാനെത്തി, കൂടെ ഒരു പെൺകുട്ടിയും. രണ്ടാമത് ആ ചെറുപ്പക്കാരന്റെ മുഖം ഞാൻ കാണുന്നത് ജനറൽ ഹോസ്പിറ്റലാണ്, പരിക്കുപറ്റി ബോധം ഒട്ടുമില്ലാതെ. പിന്നെ പോലീസ് അസോസിയേഷന്റെ വാർഷികത്തിന് റെഡ് ആർമിയുടെ ഗാനമേളയിൽ സ്റ്റേജിൽ അവനും അവളും. രൂപ അത് തന്നെ, പക്ഷെ പേര് മാറിയിരുന്നു. ആഹാ, മാറ്റിയിരുന്നു. ഹരികൃഷ്ണനും ഭദ്രയും. മനു, അത് തന്നെയല്ലേ നല്ല പേര്? I am not Manu. I am ഹരികൃഷ്ണൻ. ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ഓ മൈ ഗോഡ്, അങ്കിളിന്റെ കോളാണ്. ഹലോ. ആ അങ്കിൾ, എനിക്ക് ഓർമ്മയുണ്ട്, 12:30-ക്കല്ലേ ഫ്ലൈറ്റ്? ഓക്കെ ഓക്കെ, ഞാൻ കൃത്യം 11 മണിക്ക് എത്തും. ഇപ്പൊ ഒരു ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ അങ്കിൾ, ബൈ. അങ്കിളിന്റെ കോളാണ്. ആർ.കെ. നായർ, കേട്ടിട്ടില്ലേ? ഉണ്ട്. എന്റെ വുഡ്ബിയുടെ ഫാദർ. മിക്കവാറും അടുത്ത മാസം ഉണ്ടാകും ഞങ്ങളുടെ വിവാഹം. UK-യിൽ MBA-ക്ക് പഠിക്കുക ജൂനിയർ ആർ.കെ. ചടങ്ങിന് ശേഷം റെഡ് ആർമിയുടെ പ്രോഗ്രാം ഇപ്പൊ തന്നെ അഡ്വാൻസായി ബുക്ക് ചെയ്തിരിക്കുന്നു. മാരേജിന് മനുവിനെ ഹരികൃഷ്ണനെ റെഡ് ആർമിയെ ഇപ്പൊ തന്നെ ക്ഷണിക്കുന്നു. വരില്ലേ? വരും.
ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് മുമ്പൊരിക്കലും ക്യാപ്റ്റനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ദേഷ്യപ്പെടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ? വേണ്ട. എന്താണ് ചോദ്യം എന്നറിയാം, പക്ഷെ ഉത്തരം തരില്ല. അത് ഈ നെഞ്ചിലിരുന്ന് ഉമിത്തി പോലെ നീറണം. മറ്റൊരാളിലേക്ക് പകർന്നാൽ ആ തീ ചിതറിപ്പോകും. ഇല്ല ക്യാപ്റ്റൻ, എന്റെ നെഞ്ചിലെത്തി ഞാൻ അങ്ങേ അറിയിച്ചില്ലേ? അങ്ങത് 100 ഇരട്ടിയായി ജ്വലിപ്പിച്ചില്ലേ? ഞങ്ങളോട് പറയൂ ക്യാപ്റ്റൻ, ഞങ്ങളോടല്ലാതെ മറ്റാരോടാണത് പറയുക? പ്ലീസ്. ലാഭനഷ്ടങ്ങളുടെ കഥയാണ്. 2 സുഹൃത്തുക്കളുടെ കഥ, പഴയ കഥ. ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്കപ്പുറം മുംബൈ മഹാനഗരത്തിൽ 2 കൂട്ടുകാർ ജോലി തേടി ചെന്നിറങ്ങി. ഞാനും രാധാകൃഷ്ണനും. ആത്മവിശ്വാസം മാത്രമായിരുന്നു ഞങ്ങളുടെ മൂലധനം. അവൻ എനിക്ക് സുഹൃത്ത് മാത്രമായിരുന്നില്ല, സ്വന്തം സഹോദരനുമായിരുന്നു. എന്റെ ലേഖയ്ക്ക് അവൻ കൃഷ്ണേട്ടനായിരുന്നു. എന്റെ 3 വയസ്സുകാരി ലച്ചുമോൾ അവനെ മാമൻ എന്ന് വിളിച്ചു. ഈസി മണിയിലായിരുന്നു എന്നും അവന് കമ്പം. തെറ്റാണെന്നറിഞ്ഞിട്ടും ആ വഴികളിലേക്ക് അവൻ തിരിഞ്ഞു. ഡ്രഗ്സ്, സ്മഗ്ലിംഗ്. ചെറിയ മനുഷ്യർക്ക് പകരം വൻ ദാദമാരും ഉസ്താദുമാരും അവന് കൂട്ടാളികളായി. നല്ല വികാരങ്ങൾ അവനിൽ നിന്നും ഇറങ്ങിപ്പോയി. അതുവരെ സ്വന്തം അനിയത്തിയായി മാത്രം ലേഖയെ കണ്ടിരുന്ന കണ്ണിൽ അവൾ അവന് വെറും പെണ്ണായി. ഒരു ദിവസം ജോലി സംബന്ധമായി ഞാൻ ഗോവയിൽ പോയിരുന്ന ദിവസമായിരുന്നെന്ന്. തിരിച്ചു വന്ന് ഞാൻ കണ്ടത് എൻ്റെ വീട്, എൻ്റെ ലേഖ, എൻ്റെ ലച്ചുമോൾ എല്ലാം കത്തി എരികയായിരുന്നു. ഞങ്ങളുടെ 3 വയസ്സ് മാത്രമുള്ള സ്വപ്നം അവൾ അവിടെ തന്നെ എരിഞ്ഞടങ്ങി. ഹോസ്പിറ്റലിൽ എൻ്റെ മടിയിൽ കിടന്നാണ് ലേഖ യാത്ര പറഞ്ഞത്. അതിനു മുമ്പ് അവൾ എല്ലാം പറഞ്ഞു, നടക്കാൻ പാടില്ലാത്തതെല്ലാം. പോലീസ് അത് 2 സ്വാഭാവിക മരണമായി വിധി എഴുതി. പക്ഷെ എനിക്കത് ബാധകമല്ലായിരുന്നു. ഞാൻ അവനെ തേടി ഇറങ്ങി. ബുദ്ധിമാൻ. അപ്പോഴേക്കും കടൽ കടന്ന് രക്ഷപ്പെട്ടു. RK എന്ന ബിസിനസ് കിങ് ആയി തിരിച്ചു വരാനുള്ള ബ്രില്യന്റ് എസ്കേപ്പ്. പഴയ കഥ തീരുന്നു, ഇനി പുതിയ കഥ. ലാഭത്തിന്റെ വിതയും കൊയ്ത്തും 100 മേനി കൊയ്ത് കയറാൻ. Dear boys, let's start.